ഇൻസ്പെക്ടർ, ചേച്ചി ചേച്ചി മിസ്റ്റർ വർമ്മ, നിങ്ങൾ നന്നായി ചെയ്യുന്നത് പെയിന്റിംഗ് ആണെന്ന് ഞാൻ കരുതിയേ. നിങ്ങൾ നാടകത്തിൽ നല്ല മിടുക്കനാണല്ലേ? നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങളാണ് നിങ്ങളുടെ വൈഫിനെ കൊന്നത്. നോ നോ, നെവർ. ഞാൻ കൊന്നിട്ടില്ല. അയ്യോ, അങ്ങനെയല്ല സർ. അവർ നുണ പറയാ. ചേച്ചീനെ കൊല ചെയ്തത് ഇവരാ. ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടതാ. വിളിച്ചു പറയുന്നേ, ബോധമുണ്ടോ നിനക്ക്? എന്റെ ഏട്ടൻ വളരെ നല്ലവനാ. എന്റെ ചേച്ചിയോട് വളരെ സ്നേഹമായിരുന്നു. അങ്ങനെയുള്ള ചേട്ടൻ എന്റെ ചേച്ചിനെ കൊന്നുവന്നോ? ഇല്ല സർ, ഇവൾ നുണ പറയാ. യു ഷട്ട് അപ്പ്. നിങ്ങൾ പറയൂ. അത് പിന്നെ സർ, ചേച്ചി ഇന്നേതോ ഫംഗ്ഷന് പോവാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയ്യോ, ഇന്ന് ചേച്ചിനെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ? എന്തൊക്കെയാണെങ്കിലും ചേച്ചിയുടെ ഭർത്താവ് ഇവിടുത്തെ ഫേമസ് ആർട്ടിസ്റ്റ് അല്ലേ? ചേച്ചി എന്തുകൊണ്ടാ ചേട്ടനെ കല്യാണം കഴിച്ചെന്ന് ഇപ്പഴാ എനിക്ക് മനസ്സിലായേ. നിനക്ക് എന്തറിഞ്ഞൂന്നാ? പിന്നല്ലാതെ, എന്നേക്കാൾ മൂത്തതാണെങ്കിലും ചേച്ചിനെ കണ്ടാൽ അനിയത്തിയാണെന്നേ പറയൂ. എന്തൊക്കെയാണെങ്കിലും ചേട്ടൻ കലാകാരനാണല്ലോ. ചേട്ടന്റെ സെലക്ഷൻ സൂപ്പർ ആയിരിക്കും. എന്റെ സൗമ്യ, നിനക്ക് നിന്റെ ചേച്ചിയും ഭർത്താவைയും പൊക്കി പറയാന്നല്ലാതെ വേറെ ഒരു പണിയുമില്ലേ? അതെന്താന്നോ? ചേച്ചി ഒരു മിനിറ്റ്. ഹലോ, ഹായ്, ഹൗ ആർ യു? മുതലാളി, ഞാൻ നിങ്ങൾക്ക് നല്ല ചൂട് കാപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. പ്രിയതമാ, പ്രണയലേഖനം എങ്ങനെ എഴുതണം? രൂപ, എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ സാരി ഉടുത്തിട്ട് ഇങ്ങനെ പല്ല് വിളിച്ചോണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ ചെന്ന് നിൽക്കരുതെന്ന്. ഇനിയൊരു തവണ നിന്നെ ഇങ്ങനെ കണ്ടാലുണ്ടല്ലോ. അത് പിന്നെ ചേച്ചി, വേറെ ഒന്നുമല്ല, മുതലാളിക്ക് വേണ്ടി കോഫി. എന്നെ ചേച്ചി എന്ന് വിളിക്കുമ്പോ നിനക്ക് അദ്ദേഹത്തെ ഏട്ടെന്ന് വിളിച്ചാൽ എന്താ കുഴപ്പം? അശോ, തെറ്റാണ് ചേച്ചി, തെറ്റാ. നിങ്ങൾ എന്റെ ചേച്ചി ആവുമ്പോ അദ്ദേഹം എങ്ങനെ എന്റെ ഏട്ടനാകും? ഏട്ടൻ എന്ന് വിളിക്കുന്നത് ശരിയല്ലല്ലോ. മോശം. നീ അടുക്കള ചെന്ന് വല്ല പണി ഉണ്ടെങ്കിൽ നോക്ക്. ചെല്ല്. പ്രിയതമനാണ് പോലും. നോക്കിയാ ഞാൻ റെഡിയായി. ഏട്ടാ, സ്വന്തം ഭാര്യ ഏട്ടാന്ന് വിളിച്ച വിളിയേക്കില്ല. പക്ഷെ ആ വേലക്കാരി മുതലാളിന്ന് വിളിക്കുമ്പോ മാത്രം കേൾക്കും. അങ്ങനെയൊന്നും ഇല്ല.
ഈ പെയിന്റിങ് ഞാനിപ്പോ ഫിനിഷ് ചെയ്യണം. ഇപ്പൊ തന്നെ പെയിന്റിംഗ് ചെയ്യണോ? അവിടെ പാർട്ടിയിൽ എല്ലാരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കാ. പാർട്ടിയോ? എന്തിന്? ദിസ് ഇസ് ടൂ മച്ച് ഏട്ടാ. എന്തിനാണോ ചോദിക്കുന്നത്? ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാ, അത് മറന്നുവല്ലേ? ഓ ഐം സോറി. പെയിന്റിങ് ചെയ്തോണ്ടിരുന്നപ്പോ മറന്നുപോയി. ഇറ്റ്സ് ഓക്കെ. വേഗം റെഡിയാണേ, നമുക്ക് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാം. ഐം സോറിഡാ, ഐ കാൻറ്റ് കം. ഏട്ടാ പ്ലീസ് ഏട്ടാ, എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് എനിക്ക് വേണ്ടി പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുക. നമ്മൾ പോയില്ലെങ്കിൽ ശരിയാവില്ല. വന്ന് നമുക്ക് പോയിട്ട് വരാം. ദൈവം ഞാൻ പറയുന്ന കേക്ക് സുമ. ഞാനിപ്പോ പെയിന്റിങ് ഫിനിഷ് ചെയ്യണം. ഒരു കാര്യം ചെയ്യ്, നീ പോയിക്കോ, ഞാൻ പിന്നാലെ വന്നേക്കാം. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഇത് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി പാർട്ടിയാ. ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ പോവാനാ? നോക്കിയേ, നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് പോകുന്നുള്ളൂ. സുമ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. എന്താ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നാ? എനിക്കൊന്നും അറിയണ്ട, നമ്മൾ ഒരുമിച്ച് പോകുന്നു. നോ സോറി, ഐ എം നോട്ട് കമ്മിങ്. ലീവ് മീ അലോൺ. ഇന്നൊരു ദിവസം മാത്രം. ഇന്നൊരു ദിവസം മാത്രമാണ് ഇത്ര. നിങ്ങളുടെ പെയിന്റിംഗ് കാരണം ദിവസവും ഞാൻ ഒറ്റയ്ക്കാവുക. എന്നാ ഇന്നോ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാ. ഇന്ന് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ താല്പര്യമില്ല. നിങ്ങൾ എന്റെ കൂടെ വന്നേ പറ്റൂ, അത്രേ ഉള്ളൂ. ഹേ എന്താ ഇത്? എന്താ കോമഡി ചെയ്യുവാണോ? ഞാൻ ഇന്ന് ഈ പെയിന്റിംഗ് കംപ്ലീറ്റ് ചെയ്തേ ആകണം. പിടിവാദം പിടിക്കല്ലേ. എന്ത്? എന്റെ ആഗ്രഹമൊക്കെ നിങ്ങൾക്കൊരു വാശിയായിട്ടാണോ തോന്നുന്നത്? നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന ഈ ജീവനെ വിട്ടിട്ട് ആ ബോർഡ് പെയിന്റ് ചെയ്യുന്നതാണല്ലേ നിങ്ങൾക്ക് വലിയ കാര്യം. എന്താ നോക്കി എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ? വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? പെയിന്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു കലയാണ്. നിനക്കെങ്ങനെ മനസ്സിലാവും? ഇതെന്റെ ഒരു തവവാ. ഇത് നിന്നെ കൊണ്ട് മാറ്റാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? മാറ്റിയാൽ എന്താന്ന്? ഞാൻ മാറ്റും, ഉറപ്പായി മാറ്റും. എന്തായാലും ഞാൻ മാറ്റിയിരിക്കും. ഈ കിടക്കുന്ന പെയിന്റിംഗ് കാരണം എന്റെ സന്തോഷം ഇല്ലാണ്ടാവുക. സുമ മൈൻഡ് യുവർ ടങ്. ഇല്ല, ദാ നോക്ക്, ഇപ്പൊ ഒരു തീരുമാനം എടുത്തോളണം. ഈ വീട്ടില് ഒന്നെങ്കിൽ ഞാൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ പെയിന്റിംഗ് ഉണ്ടാവണം. സുമ എന്താ ചെയ്യുന്ന നീ? നോക്ക്, എന്റെ സ്വപ്നത്തിന്റെ കൂടെ കളിക്കില്ലേ നീ? നിങ്ങൾ എന്റെ കൂടെ കളിക്കാൻ നിൽക്കരുത്. ഏയ്, ഏയ്, നിന്റെ കളിയൊക്കെ കിച്ചണിൽ പോയി വയ്ക്കോ. അതെ ഏട്ടാ, അതെ. നിങ്ങൾക്ക് ഞാൻ അടുക്കളയിലിരുന്ന് കഷ്ടപ്പെടണം. എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് എന്താണ് ഇഷ്ടം എന്നുള്ള ഒരു വാക്ക് ചോദിച്ചിട്ടുണ്ടോ? സ്വപ്നാണത്ര സ്വപ്നം. ഇതിപ്പോ ഞാൻ എന്താ ചെയ്യുന്ന നോക്കിയോ? എന്റെ പെയിന്റിംഗ് തൊട്ടാ കൊന്നുകളി ഞാൻ നിന്നെ, വെട്ടിക്കൊല്ലു ഞാൻ നിന്നെ. വെട്ടോ അല്ലേ? എന്നാ വെട്ടിക്കൊല്ല്. ഈ കിടക്കുന്ന പെയിന്റിംഗ് കാരണല്ലേ നിങ്ങൾ എന്നെ വെട്ടോന്ന് പറഞ്ഞത്? ഇത് ഞാൻ ഇന്ന് അത് തൊടല്ലേ, വേണ്ട. എന്റെ പെയിന്റിംഗ് തൊടുവോ? കൊല്ലു ഞാൻ നിന്നെ, കൊല്ലൂടെ ഞാൻ നിന്നെ. വിടില്ലടി. നിന്റെ പെയിന്റിംഗ് നീ തൊടുവല്ലേ? തൊടുവോ നീ? പെയിന്റിംഗ് തൊടുവോ? ഇതാ സാർ സംഭവിച്ചത്. ചേച്ചീനെ കൊന്നത് ഇവരാണ് സാർ. നുണയാണ് സാർ, നുണയാണ്. ഇവൾ നുണയാ പറയുന്നത്. എന്റെ ചേട്ടൻ വളരെ നല്ലവനാ സാർ. ഇവളാണ് സാർ ചേട്ടനോട് വളരെ മോശമായി പെരുമാറിയത്. അപ്പോൾ ചേച്ചി ദേഷ്യപ്പെട്ട് ഇവളോട് എന്തൊക്കെയോ പറഞ്ഞിരുന്നു. സാർ ഇവൾ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. എനിക്ക് ഇവളെയാണ് സംശയം സാർ. എന്റെ ചേച്ചിയോടുള്ള ദേഷ്യത്തിന് ഇവളായിരിക്കും. ഇവൾ തന്നെയാ കൊന്നത്. സത്യമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. ഞാനല്ല കൊന്നത്. ഇവർ കൊല്ലുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. പാവന്ന് ജോലി ഇട്ട് തന്നാ നീ എന്നെ തന്നെ കൊലയാളി എന്ന് പറയുവാണോ? ഞാനാണോ കൊന്നേ? ഞാനാണോ കൊന്നേ? അതെ അതെ, ഞാൻ വിടില്ല. ഞാനാണോ കൊന്നേ? ഞാനാണോ കൊന്നേ? ഞാനാണോ കൊന്നേ? പറയടി.
മേ ഐ കം ഇൻ സർ? ഓ വരൂ വരൂ. വെൽക്കം അവിനാഷ്. താങ്ക് യു സർ. ഇത് ഇൻസ്പെക്ടർ മഹേഷ്. ഹലോ. ഹലോ. പ്ലീസ്. യെസ്. സർ, ആ കേസ് ഫയൽ റെഡിയാണ്. ആ ഇതിൽ പറഞ്ഞിരിക്കുന്ന അമർനാഥ് വർമ്മ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. ഓൾസോ എ വെരി ഗുഡ് ആർട്ടിസ്റ്റ്. പക്ഷെ ഇപ്പോ സ്വന്തം ഭാര്യയെ കൊന്നതിന് ജയിലിലാണ്.